ജിൻഡോ ജോൺ അടിസ്ഥാനപരമായി ആശയത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. വാചക ശൈലിയിൽ മിനുക്കുപണിയൊക്കെ ആവാം, അത് അവർക്കാവാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് ഡെമോക്രസിയെയോ സെക്കുലറിസത്തെയോ ഒക്കെ എതിർക്കാനും ആളുകൾക്ക് അവകാശമുണ്ട്. നമ്മളൊരു പ്ലൂറൽ ഡെമോക്രസി ആണല്ലോ എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ അതിനൊക്കെ കൊണ്ടുപോയിട്ട് എൻഡോഴ്സ്മെന്റ് കൊടുക്കണോ എന്നുള്ളതാണ് ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ. വോട്ട് വാങ്ങിച്ചോളൂ, ആരുടെയും വാങ്ങിച്ചോളൂ. ഇവിടെ ഇപ്പോൾ ഐഡിയോളജിക്കലായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊസിഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണോ വി ഡി സതീശൻ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്? മലബാറിലെ നേതാക്കളൊന്നും, നിങ്ങളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ എത്രയോ ശക്തമായ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യപത്രം കൊടുക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഈ രാത്രിയിൽ? അഭിലാഷ, ഈ സുന്നി ആക്ടിവിസ്റ്റ് ജവാദിന് കൊടുത്ത പോലെ ഇടപെടലില്ലാതെ എനിക്കും താങ്കൾ സമയം തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം രണ്ടുപേർ അപ്പുറത്തും രണ്ടുപേർ ഇപ്പുറത്തും എന്ന് പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഷാഫി ചാലിയും ഞാനും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളായിട്ട് UDF-ന്റെ പ്രതിനിധികൾ. അപ്പോൾ LDF-ന്റെ പ്രതിനിധിയായിട്ടാണോ CPM-ന്റെ പ്രകാശ് മാസ്റ്ററോടൊപ്പം ഈ സുന്നി ആക്ടിവിസ്റ്റിനെ വിളിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട്. അവസാന അഭിപ്രായം പറഞ്ഞാൽ മതി. സുന്നി ആക്ടിവിസ്റ്റ് LDF-ന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയാൻ എനിക്ക് മടിയില്ല. ഇനി ജമാഅത്തിന് വേണ്ടിയിട്ട് മറുപടി പറയാൻ, അവരുടെ പക്ഷം പറയാനായി ഒരാളില്ല എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് ഷാഫി ചാലിയും ജിൻഡോവും ഉണ്ടല്ലോ എന്നാ. ഞാൻ ജമാഅത്തിന് വേണ്ടി പറയാൻ വന്നിരിക്കുന്ന ആളല്ല, ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്ന ആളാണ്. ജമാഅത്തിന് വേണ്ടിയിട്ട് ഈ സുന്നി ആക്ടിവിസ്റ്റ് പറഞ്ഞതിന് വിപരീതമായിട്ട് എതിർത്ത് പറയാനുള്ള പോയിന്റുകൾ അവരാണ് പറയേണ്ടത്, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ അവരെ പൂർണ്ണമായിട്ട് യോജിക്കുകയോ പൂർണ്ണമായിട്ട് എതിർക്കുകയോ ചെയ്യുന്നയാളല്ല. അപ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇനി എനിക്ക് പ്രകാശ് മാസ്റ്ററോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ പ്രശ്നത്തിലേക്ക് വരാം. ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയിട്ട്, അതായത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സംഘടനയുടെ പിന്തുണച്ചക്കാരുടെ പിന്തുണ വാങ്ങിയിട്ട് നിലമ്പൂർ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിച്ചല്ലോ. നിങ്ങൾക്കപ്പോൾ ഒരു കുറവും തോന്നിയില്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. PDP, ജമാഅത്ത് ഇസ്ലാമി, IUML, മുസ്ലിം ലീഗ്, INL, ഇങ്ങനെ കുറെ മുസ്ലിം സമുദായങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളാണ്. പക്ഷെ മുസ്ലിം വിഭാഗത്തിലെ മനുഷ്യരുടെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ അഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ സംഘടനകളെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് പോലും ഒരു സംഘപരിവാർ നയമാണെന്നുള്ള തിരിച്ചറിവ് CPM-ന് ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദി ആണെന്നാണുള്ള പ്രകാശ് മാസ്റ്ററുടെ ടേക്ക്. എന്ന് മുതലാണ് അവർ മതരാഷ്ട്രവാദികൾ? നിങ്ങൾ കുറെ ചരിത്രം പറഞ്ഞല്ലോ. അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് അവരുടെ പിന്തുണ നിങ്ങൾ വാങ്ങിയില്ലേ? നാണമില്ലേ ആ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയിട്ട് ഇന്ന് അവരുടെ പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ അവർ മോശക്കാരാണെന്ന് പറയാൻ? ആ നാണക്കേടിനുള്ള മറുപടി ആദ്യം പറയണം. ഇനി ഒരു കാര്യം, കൽക്കട്ട തീസിസ് അവതരിപ്പിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച് അധികാരത്തിൽ വരാൻ നോക്കിയാൽ നിങ്ങൾ ഈ രാജ്യത്തെ ദേശദ്രോഹ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാ. പിന്നീട് അത് നിങ്ങൾ തിരുത്തി. കൽക്കട്ട തീസിസ് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾ എല്ലാ കാലത്തും ഈ രാജ്യത്തെ ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്ന് അഡ്രസ് ചെയ്യുന്ന സജി ചെറിയാന്റെ നിലപാടുള്ളവരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ നിങ്ങളും കുറവ് കാണിക്കാറില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഭരണഘടനാ സ്നേഹവും ഈ രാജ്യസ്നേഹവും ഒക്കെ എന്ന് തൊട്ട വന്നതെന്നൊക്കെ നമുക്കും അറിയാം. ഇനി അതോടെ നിൽക്കട്ടെ. ഈ മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം, അത് സംഘപരിവാറിന്റെ രാമരാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു ക്രൈസ്തവനാ. ഞാൻ കുർബാനയ്ക്കും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭരണം വരണമെന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ മതവും രാഷ്ട്രീയവും രണ്ടായി കാണാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് അത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുക. ഇനി എനിക്ക് ഈ ജവാദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. RSSന്റെ മതരാഷ്ട്രവാദം അത് പൊളിറ്റിക്കലാണെന്ന് താങ്കൾ പറഞ്ഞു. അത് എവിടത്തെ പൊളിറ്റിക്കലാ? RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണോ? എങ്കിൽ പിന്നെ എന്താ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് എന്തിനാ RSSകാര്? അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ എന്തിന്റെ പേരില? ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരിൽ ആക്രമിക്കുന്നത് RSSകാര്. അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമാണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കണം ജവാദെ. എന്നിട്ട് വേണം RSSന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദം എന്നുള്ള ആ ലേബലും അഡ്രസ്സും കൊടുക്കാൻ. താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ പറയുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ. ഇനി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ പറയാൻ മാത്രം പ്രഗത്ഭനും വിദഗ്ധനും ഗവേഷകനുമല്ല ഞാൻ മതകാര്യങ്ങളിൽ അത്രത്തോളം വിദഗ്ധനൊന്നുമല്ല. തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് മാതൃഭൂമി ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതുപോലുള്ള ആളുകളെ വിളിച്ചിരുത്തിട്ട് ചർച്ച ചെയ്യണം. ഒരു കാര്യം പറയട്ടെ, അവിടെ കേക്ക് പറയട്ടെ.
അവിടെ പറയട്ടെ, കേക്ക്, അവിടെ ഇരിക്കേ. ഞാൻ താങ്കൾ പറഞ്ഞ കേട്ടില്ലേ? ഇനി ഞാൻ പറയട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹിസ്റ്ററി താങ്കൾ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ 10, 40, 50 കൊല്ലം കാലത്തെ മുമ്പത്തെ കാലമൊക്കെ പറഞ്ഞല്ലോ. അവർ പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു, പിണറായി വിജയന്റെ CPM-നെ പിന്തുണച്ചിരുന്നു. ജവാദ് എവിടെയായിരുന്നു? ജവാദ് ചോദിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയനോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ? ജവാദ് എവിടെയായിരുന്നു? ജവാദ് ഇത്രയും വർഷം ജവാദ് എവിടെയായിരുന്നു? RSS-നെതിരെ പോരാടാൻ ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചപ്പോ താങ്കൾ എവിടെയായിരുന്നു? താങ്കളുടെ ആക്ടിവിസം എവിടെയായിരുന്നു? താങ്കളെ ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്നിട്ട് ഗോൾ അടിച്ച് കളിക്കല്ലേ? താങ്കൾക്കെതിരെ പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇല്ലാത്തടത്ത് താങ്കൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഉത്തരവാദിത്വമല്ല. പക്ഷേ ഒരു കാര്യം പറയണം, ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്ന് ഗോൾ അടിച്ച് കളിക്കുന്നത് അത്ര മിടുക്കല്ല ജവാദെ. താങ്കൾ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 9.5 വർഷമായിട്ട് കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് RSS-ന് അടിമ വേല ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നാവ് ഉയർത്താൻ പറ്റാത്ത സുന്നി ആക്ടിവിസ്റ്റ് ആണ് പോലും. നാണമല്ലേ ഇത്ര വർത്തമാനം പറയാനായിട്ട്? താങ്കൾ പാവപ്പെട്ട കുട്ടികളെ, ഈ മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ പാവപ്പെട്ട കുട്ടികളെ തെരുവുനായി കടിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. വാക്സിൻ എടുത്തിട്ട് കുട്ടികൾ മരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. പിണറായി വിജയന്റെ സർക്കാരിന് നേരെ നിന്ന് ഒരു അഭിപ്രായം പറയും. മധുരയിൽ പോയി കഫി അണിഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്ന ആ മതരാഷ്ട്രവാദം, ആ കുൽസിത രാഷ്ട്രീയവാദം, ആ സംഘപരിവാർ വാദമുള്ള പിണറായി വിജയനെ തിരുത്തിട്ട് വാ, എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ പറയാനായിട്ട്.